ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ടും റെഡ് സിഗ്നൽ മറികടന്നതുകൊണ്ടും ഒരു അമ്മയ്ക്ക് തന്റെ മകനെ നഷ്ടമായി. ആ കുടുംബം തന്നെ തകർന്നു പോയി. ഇതൊക്കെ ഫിക്ഷൻ അല്ല, ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഞാനും നിങ്ങളും ഒക്കെ ദിവസവും റോഡുമായി അത്ര അടുപ്പമുള്ളവരാണ്. നമ്മളെല്ലാവരും റോഡിൽ വണ്ടി ഓടിക്കുന്നവരാണ്. എന്നാൽ എത്ര പേർക്ക് അറിയാം ട്രാഫിക് നിയമത്തെ കുറിച്ച് കൃത്യമായി? എത്ര പേർക്ക് അറിയാം? ഹെൽമെറ്റ് വെക്കണോ? ട്രിപ്പിൾ റൈഡ് കറക്റ്റ് ആണോ? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ ശിക്ഷയുണ്ടോ? ഇത് പലർക്കും അറിയില്ലെങ്കിലും ഫൈൻ വന്നു കഴിയുമ്പോഴാണ് പൂർണ്ണമായിട്ടും മനസ്സിലാവുന്നത്. എന്നാൽ ഇവയിൽ ഒന്നും തന്നെ ചെറിയ കുറ്റങ്ങളല്ല. ഒരു സെക്കൻഡ് കൊണ്ട് ഒരു ജീവൻ തന്നെ പോയേക്കാം. അപ്പൊ ഇത്രയും അപകടകരമായിട്ടുള്ള ട്രാഫിക് നിയമങ്ങൾ നമ്മൾ പലപ്പോഴും ഒരു ചെറിയ കാര്യമായിട്ടല്ലേ കാണുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ 2 വീലറോ 4 വീലറോ ഒക്കെ തന്നെ കാണും. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകുമോ? ഹെൽമെറ്റ് വെക്കണോ? ട്രിപ്പിൾ റൈഡ് കറക്റ്റ് ആണോ? ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കാം? അപ്പൊ ഇതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ട്രാഫിക് റൂൾസിന്റെ 7 പ്രധാനപ്പെട്ട നിയമങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പൊ എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. റൂൾ നമ്പർ 1, ഹെൽമെറ്റ്. ഹെൽമെറ്റ് വെക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലേ? എന്നാൽ പുറകിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് നിർബന്ധമാണോ? എന്നാൽ അതിന്റെ ഉത്തരം ഇങ്ങനെയാണ്: പില്യൺ റൈഡറിന് പോലും ഹെൽമെറ്റ് വേണം. ഇനി ഹെൽമെറ്റ് ഇല്ലാതെയാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ 1000 രൂപ പിഴയും നിങ്ങളുടെ ലൈസൻസ് വരെ സസ്പെൻഡ് ചെയ്യുന്നതുമാണ്. റൂൾ നമ്പർ 2, റെഡ് സിഗ്നൽ ബ്രേക്ക്. റെഡ് സിഗ്നൽ ഇടുന്നത് കണ്ടിട്ടും നിങ്ങൾ വണ്ടി എടുത്ത് പോകുന്നുണ്ടെങ്കിൽ, ഇൻ കേസ് അവിടെ പോലീസുകാരൊന്നും ഇല്ലെങ്കിൽ തന്നെ പേടിക്കണ്ട, അവിടെ ക്യാമറ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിൽ നിങ്ങളെ നമ്പർ പ്ലേറ്റ് ക്യാപ്ചർ ആയി വരും. അതിന്റെ ഫൈൻ എന്ന് പറയുന്നത് 1000 രൂപ മുതൽ 5000 രൂപ വരെയാണ്. ഇത് നിങ്ങൾ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. റൂൾ നമ്പർ 3, വാഹനം ഓടിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1000 രൂപ മുതൽ 5000 രൂപ വരെയാണ് പിഴയിട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആ കോൾ അത്ര ഇമ്പോർട്ടന്റ് ആണെങ്കിൽ എവിടെയെങ്കിലും സൈഡ് ഒതുക്കിയിട്ട് നിങ്ങൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് വീണ്ടും നിങ്ങൾക്ക് വണ്ടി എടുത്ത് പോകാവുന്നതാണ്. അല്ലാതെ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്താണ് നിങ്ങൾ ഫോൺ സംസാരിച്ച് പോകുന്നതെന്നുണ്ടെങ്കിൽ 1000 രൂപ മുതൽ 5000 രൂപ വരെ നിങ്ങൾക്ക് ഫൈൻ ഇടുന്നതാണ്. റൂൾ നമ്പർ 4, ട്രിപ്പിൾ റൈഡിംഗ് ഓൺ 2 വീലർ. 2 വീലറിൽ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ മാക്സിമം 2 പേരൊക്കെയാണ് പോവാറുള്ളത്. ഇനി അതല്ല 2ഓ അതിൽ കൂടുതൽ ആൾക്കാരെയാണ് നിങ്ങൾ കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഇല്ലീഗൽ ആക്ട് ആണ്, ഡേഞ്ചറസ് ആണ്. മാത്രമല്ല ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ വരെ ഫൈൻ ഇടാവുന്ന ഒരു ഒഫൻസ് ആണ്. റൂൾ നമ്പർ 5, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞു, ഇനി കുറച്ച് ഇടവഴിയിലൂടെയൊക്കെ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ, അതായത് പ്രോപ്പർ ആയിട്ടുള്ള വാലിഡ് ലൈസൻസ് ഇല്ലാതെയാണ് നിങ്ങൾ റോഡിൽ വണ്ടി ഇറക്കുന്നതെന്നുണ്ടെങ്കിൽ 5000 രൂപ വരെ ഫൈൻ ഇടാവുന്നതാണ്. മാത്രമല്ല 3 മാസം വരെ നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. റൂൾ നമ്പർ 6, ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികം നമ്മൾ പലരും ചിലപ്പോഴൊക്കെ മറന്നു പോകും ഇൻഷുറൻസ് പുതുക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള അത്തരം ആക്ടുകളൊക്കെ ഇല്ലീഗലാണ്. അങ്ങനെ നമ്മൾ പുറത്ത് വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓടിച്ചു കഴിഞ്ഞാൽ പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2000 രൂപ മുതൽ 4000 രൂപ വരെ ഫൈൻ കിട്ടാവുന്നതാണ്. ഇത് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4000 മുതൽ 6000 വരെ പിഴ ഈടാക്കാവുന്നതാണ്. റൂൾ നമ്പർ 7, ഡ്രങ്ക് ആൻഡ് ഡ്രൈവ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂളാണിത്. ഒന്നുമല്ല, ഞാൻ കുറച്ചേ കഴിച്ചിട്ടുള്ളൂ, സ്മെല്ലൊന്നുമില്ല, ഒരു ഇത്തിരി കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞ് വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പോലീസിന്റെ മുന്നിലൊക്കെ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു ബ്രീത്തിങ് ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റില് നിങ്ങളുടെ 100 ml ബ്ലഡില് 30 മില്ലിഗ്രാം ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്ന് അവർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ 10000 രൂപ ഫൈനും 6 മാസം വരെ ജയിലിൽ കിടക്കേണ്ടി വരും. അപ്പൊ ഇതൊരു വലിയ ഒഫൻസ് തന്നെയാണ്. ഇത് ഇനി വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതായിരിക്കും. ഇനി ഒരു ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് മാക്സിമം വണ്ടിയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിൽ തന്നെ സൂക്ഷിക്കാൻ നോക്കുക. ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക്, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് കോപ്പി എന്നിവ നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കാൻ തന്നെ ശ്രമിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അത് കയ്യിൽ സൂക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ വണ്ടിയിൽ കൊണ്ട് നടക്കണം എന്നില്ലല്ലോ, അങ്ങനെ പറ്റാത്തൊരവസ്ഥയിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡിജി ലോക്കർ അല്ലെങ്കിൽ എംപരിവാഹൻ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ വാലിഡ് ആയിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള ചെറിയ നിയമങ്ങളൊക്കെ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ വലിയ അപകടങ്ങൾ വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല ഈ ഫൈനുകളും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മരണം ഉണ്ടാകുന്നത് റോഡ് അപകടങ്ങളിലൂടെയാണ്. അതുകൊണ്ട് ട്രാഫിക് നിയമം എന്നത് ഒരു ഫൈൻ ഒഴിവാക്കാനായുള്ള ഒന്നല്ല, അതൊരു ജീവൻ രക്ഷിക്കാനുള്ളത് കൂടിയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കണ്ട പോലെ ഈ നിയമങ്ങളൊക്കെ മാക്സിമം പാലിക്കാൻ നോക്കുക. ഹെൽമെറ്റ് ഉപയോഗിച്ച് മാത്രം വണ്ടി ഓടിക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.